തറവാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയ കട ഇത് തന്നെ. ഇനി ഒന്നും നോക്കണ്ട, കണ്ണടച്ച് വാങ്ങിച്ചോ. ഏത് ഐറ്റത്തിനും ഞാൻ ഗ്യാരണ്ടി. ചേന്നാട്, തലമുറകൾ കൈമാറുന്ന വിശ്വാസം. ചേന്നാട് ഇലക്ട്രിക്കൽസ്, തോപ്പുംപടി, കൊച്ചിൻ 5. ഉദ്ഘാടനത്തിന് അണിഞ്ഞൊരുങ്ങി ഫോർട്ട് കൊച്ചി താമരക്കുളം പാർക്ക്. വർഷങ്ങളോളം അടച്ചിട്ടിരുന്ന അമരാവതി താമരക്കുളം പാർക്കിന് പുതിയ മുഖം. CSML ധനസഹായത്തോടെ നഗരസഭ നവീകരിച്ച പാർക്ക് ഉദ്ഘാടനത്തിനായി അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. ശനിയാഴ്ച വൈകിട്ട് 6-ന് മേയർ M. അനിൽകുമാറാണ് പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കുട്ടികളുടെ പാർക്ക് എന്ന നിലയിലാണ് നവീകരണ ജോലികൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. പുതിയ കളിപ്പാട്ടങ്ങൾ, അലങ്കാര വിളക്കുകൾ, ഇരിപ്പിടങ്ങൾ, കഫ്റ്റേരിയ, വൃത്താകൃതിയിലുള്ള സ്റ്റേജ് തുടങ്ങിയവ സജ്ജമാക്കിയിട്ടുണ്ട്. ഭിന്നശേഷി സൗഹൃദ ശുചിമുറി സമുച്ചയവുമുണ്ട്. പാർക്കിന്റെ സംരക്ഷണത്തിന് കെയർടേക്കറും വാച്ച്മാനും ഉണ്ടാവും. ഏറെ നാൾ പാർക്ക് അടച്ചിട്ടിരുന്നത് കുട്ടികൾക്ക് ഏറെ പ്രയാസം ഉണ്ടാക്കിയിരുന്നു. കുട്ടികൾക്ക് വിനോദത്തിനായുള്ള ഒരു സംവിധാനം പ്രദേശത്ത് ഇല്ലാത്ത സാഹചര്യത്തിൽ അടിയന്തരമായി CSML സഹകരണത്തോടെ പാർക്ക് നവീകരിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പാർക്ക് നവീകരിച്ചിരിക്കുന്നത്. പാർക്ക് കഴിഞ്ഞ കൗൺസിൽ കാലത്താണ് അറ്റകുറ്റപ്പണികൾക്കായി താഴ്ത്തത്. പാർക്കിന്റെ നവീകരണം ആരംഭിക്കാത്തതിൽ വലിയ പ്രതിഷേധവും ഉണ്ടായിരുന്നു. കൊച്ചി നഗരസഭ താമരക്കുളം പാർക്ക് നമുക്കറിയാം വളരെ വർഷങ്ങളായിട്ട് കൂട്ടിക്കിടക്കുകയായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചവറ് കൂമാരമായി കിടന്ന ഈ പാർക്ക് ഇന്ന് കുട്ടികൾക്ക് ആർത്തുല്ലസിക്കാവുന്ന രീതിയിൽ വലിയൊരു മാറ്റം വരുത്തിയത് CSML സഹായത്തോടെയാണ്. കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത കൊച്ചി നഗരത്തിൻ്റെ വികസനത്തിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള CSML പദ്ധതി, ആ പദ്ധതി പ്രകാരം കൊച്ചിയുടെ ആദരണീയ മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാറും CSMLൻ്റെ CEO ആയിട്ടുള്ള ഷാജി V. നായരും എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഒരു നല്ലൊരു പ്രൊജക്റ്റാക്കി താമരക്കുളം പാർക്ക് മാറ്റുകയും ആ പ്രൊജക്റ്റ് 7 മാസം കൊണ്ട് ഇന്നിപ്പോൾ ഫെബ്രുവരി 8-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് നമ്മൾ കുട്ടികൾക്കായിട്ട് ഈ പാർക്ക് തുറന്നു കൊടുക്കുകയാണ്. വളരെ വലിയൊരു മാറ്റം വരുത്താൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കുറേ റൈഡുകളും അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ വിഭാവനം ചെയ്തത് കുഞ്ഞു കുട്ടികളുടെ സൗകര്യത്തിനും അവരുടെ ഒരു ഉല്ലാസത്തിനും വേണ്ടിയിട്ടാണ്. ഇതിനെല്ലാം സാധ്യമായത് ഒരു വലിയ ഒരു കൂട്ടായ്മയാണ്. അതിന് നമ്മൾ കോൺട്രാക്ടർ അടക്കം ഇവിടെ സഹകരിച്ച ഓരോ വ്യക്തികളും അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഇത് കുഞ്ഞുങ്ങളുടെ സൗകര്യത്തിനായിട്ട് ഉപയോഗിക്കണം എന്നതായിരുന്നു അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം. ആ ലക്ഷ്യം ഏകദേശം പൂർത്തീകരണത്തിലെത്തി. ഇവിടുത്തെ ജനങ്ങളായാലും എനിക്കറിയാം മാധ്യമങ്ങൾ, ഒരുപക്ഷെ മാധ്യമങ്ങളാണ് ആദ്യം തന്നെ ഈ പാർക്കിനെ കുറിച്ചുള്ള ഈ പാർക്ക് വികസിപ്പിക്കണം, കുട്ടികൾക്കായിട്ട് ഇത് തുറന്നു കൊടുക്കണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഓണാവധിക്കാലത്ത് കളിച്ചുല്ലസിക്കാൻ കഴിയുമെന്ന സന്തോഷത്തിലാണ് കുട്ടികൾ. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.